ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള വിളവുകളൊക്കെ തന്നിരുന്ന കുക്കുംബർ ചെടി കരിഞ്ഞു പോകാൻ തുടങ്ങിയ കാര്യം മുൻപൊരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തിരുന്നല്ലോ. കുറച്ച് ദിവസങ്ങളൊക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നോക്കി, പക്ഷേ പുതിയ കിളിർപ്പുകളൊന്നും ഉണ്ടായിട്ടില്ല. ചെടി കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിനെ പിഴുതു മാറ്റാമെന്ന് കരുതി. ഇനിയിപ്പോൾ നിർത്തിയിട്ടും കാര്യമൊന്നും ഇല്ലല്ലോ. സ്നോ വൈറ്റ് കുക്കുംബറിന് 2 മൂടായിരുന്നു ഞങ്ങൾ ഈ ഗ്രോ ബാഗിൽ നട്ടിട്ടുണ്ടായിരുന്നത്. 2ൽ നിന്നും അത്യാവശ്യം നല്ല രീതിയിലുള്ള വിളകൾ തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്ത് തുടങ്ങണമെന്ന് ചിന്തിച്ച സമയത്ത് ചേട്ടന് കുക്കുംബർ കഴിക്കാൻ വളരെയധികം ഇഷ്ടമായതുകൊണ്ടാണ് അതിനെ ആദ്യം നടാൻ തീരുമാനിച്ചത്. പക്ഷേ അതിൽ നിന്ന് കായ്കൾ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ജയകുട്ടി ഇത് ആദ്യമായി കഴിക്കുന്നതും അവൾക്ക് ചേട്ടനേക്കാൾ ഏറെ പ്രിയപ്പെട്ടതായി മാറുന്നതും. ആദ്യമായിട്ട് നട്ടതായതുകൊണ്ട് തന്നെ അതിനെ പിഴുതു മാറ്റുന്നതിൽ വിഷമമുണ്ടെങ്കിലും ഇതിനെ ഇവിടെ തന്നെ നിർത്തിക്കഴിഞ്ഞാൽ അത്രയും സ്ഥലം വേസ്റ്റായി പോകും. ഉള്ള സ്ഥലത്ത് അത്രയും മാക്സിമം പച്ചക്കറികൾ ഉൾക്കൊള്ളിക്കുക എന്നാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ പച്ചക്കറികളും ഉൾപ്പെടുത്തണമെന്നാണ് ആഗ്രഹം. പക്ഷേ ഓരോ സീസണനുസരിച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും കഴിയുന്ന അത്രയും സാധനങ്ങൾ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാം തുടങ്ങുന്നതുകൊണ്ട് തന്നെ എല്ലാം 2-3 മൂടുകൾ വീതമേ നട്ടിട്ടുള്ളൂ. ഇനി കൂടുതൽ ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തു വരികയാണ്. ഈ കുക്കുംബർ ആദ്യമായിട്ട് നട്ടതായതുകൊണ്ട് തന്നെ ഇത് നല്ല വിശാലമായിട്ടുള്ള പന്തലായിരുന്നു ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കീഴിൽ മറ്റൊന്നും നടാൻ പറ്റത്തില്ലായിരുന്നു. അത്രയും സ്ഥലത്ത് വെയിലങ്ങ് നഷ്ടപ്പെട്ടു പോകും. എന്നാൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതിനെല്ലാം വെർട്ടിക്കലായിട്ടാണ് പന്തലിട്ട് കൊടുക്കുന്നത്. അതാകുമ്പോൾ അത്രയും സ്ഥലം വേസ്റ്റ് ആകത്തുമില്ല. ഒരുപാട് ചെടികൾ നടാനും പറ്റും. ആ ഒരു നിരത്തിലൊരു പന്തലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ചെടികൾ അതിൽ കയറ്റി വിടാൻ പറ്റും. ഇതാ കുറേ കുഞ്ഞ് കുക്കുംബർ നമ്മൾ നട്ട് വെച്ചിട്ടുണ്ട്. കുറച്ചധികം മൂടുകളാണ് ഇപ്പോൾ കുക്കുംബർ നട്ടിട്ടുള്ളത്. ഒരു കവൽ തന്നെ 2-3 മൂടുകളുണ്ട്. വള്ളിയിൽ കയറ്റി വിടുന്നത് കൊണ്ട് തന്നെ ഒരു ഗ്രോ ബാഗിൽ തന്നെ 3 മൂട് 4 മൂടൊക്കെ വെച്ച് നമ്മൾ നട്ടിട്ടുണ്ട്. ഇതെല്ലാം വെർട്ടിക്കലായിട്ടാണ് പന്തലിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിനപ്പുറത്തേക്കെല്ലാം പയറും പാവലുമാണ് നട്ടിരിക്കുന്നത്. ഞങ്ങളുടെ കുഞ്ഞു തോട്ടത്തിൽ മറ്റാരൊക്കെയാണ് ഉള്ളതെന്നുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നീട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ പണികളെല്ലാം നേരത്തെ തീർക്കണമെങ്കിൽ ശിവരാത്രിയല്ലേ, അമ്പലത്തിൽ പോകണം, കുറേ ഉത്സവങ്ങളും ഉണ്ട്. ഓക്കെ, ബൈ.